പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമിക വെട്ടി തുറന്നിട്ട് പറയുന്നുണ്ട് നവീനോട്, അനിയും നന്ദുവുമായിട്ട് പ്രണയത്തിലാണ്, അതുമൂലമാണ് എൻ്റെ ജീവിതം തകർന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയി തീർന്നത്, അല്ലാതെ ഞാനായിട്ട് അങ്ങനെ ആയതല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഈ ഒരു കേസിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നവീൻ്റെ ഒരു മനസ്സ് മാറ്റിയെടുക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് നവീന് നന്ദുവിനോടുള്ള ഇഷ്ടം ഉണ്ടായതുകൊണ്ടും ഇക്കാര്യത്തെക്കുറിച്ച് തുറന്ന് പറയാതെ തന്നെ ചതിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നവീൻ്റെ മനസ്സിൽ ഒരു വെറുപ്പൊക്കെ തോന്നി തുടങ്ങുകയാണ്. അങ്ങനെ നവീന് നന്ദുവും അനിയും തമ്മിലുള്ള പ്രണയം ഉണ്ടോ എന്നും അവർ തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ നവീന് ചിന്തിക്കുന്നുണ്ട്, ഇവനെന്താ എന്നോട് ഇക്കാര്യത്തെക്കുറിച്ച് തുറന്ന് പറയാതിരുന്നത്, വർഷങ്ങളായിട്ട് ഞാൻ പ്രണയിക്കുന്നു എന്നറിഞ്ഞിട്ടും ഇവനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അവൻ്റെ മനസ്സിലാണല്ലോ എൻ്റെ പെണ്ണുള്ളത്, അതുകൊണ്ട് അവൻ പറഞ്ഞു കാണില്ല. എന്നെ ഓരോന്ന് പറഞ്ഞ് പൊട്ടം കളിപ്പിക്കുകയായിരുന്നു. നന്ദു ഇക്കാര്യത്തെക്കുറിച്ചൊന്നും അറിയത്ത പോലുമില്ല. ഏതായാലും അവൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ഇത് കിടക്കുന്നുണ്ടല്ലേ, എന്തായാലും ഈ ഡിവോഴ്സ് നടന്നാലല്ലേ അവന് നന്ദുവിനെ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. ഡിവോഴ്സ് നടന്നില്ലെങ്കിൽ അവന് നന്ദുവിനെ ഒരിക്കലും വിവാഹം കഴിക്കാൻ കഴിയില്ല എന്നുള്ളത് നവീൻ ചിന്തിക്കുന്നുണ്ട്. ആ ഇടയാണ്, ആ ഒരു സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനി നവീനെ വിളിക്കുന്നത്. അങ്ങനെ ആദ്യം ഫോൺ എടുത്തില്ല, പിന്നെ രണ്ടാമത് റിങ് ചെയ്തതിന് ശേഷമാണ് നവീൻ ഫോൺ എടുക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇനി നീ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം, കേസിനെ കുറിച്ചൊന്ന് സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് വിളിച്ചത്, നീ ഒന്ന് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ നവീനെ ഞാൻ വരാം, എന്തൊക്കെയാണ് നിനക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണം എന്നുള്ളത് മനസ്സിൽ ചിന്തിച്ചിട്ട് വരാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നവീൻ പിന്നെ അനിയെ കാണാനൊക്കെ പോകുന്നുണ്ട്. നവീന് അനിയെ കണ്ടപ്പം മുതൽ തന്നെ ഉള്ളിൽ ആ ഒരു ചതിച്ചതിൻ്റെ ആ ഒരു ഫീലും, എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ പോകുന്നവനാണല്ലേ എന്നുള്ള ആ ഒരു ഫീലും ഉണ്ട്. എന്നിട്ട് കുറേ കാലം നീ എന്നെ മനസ്സിൽ ഓരോന്ന് ഇട്ടുകൊണ്ട് ചതിക്കുകയായിരുന്നല്ലോ, ഇനി ഞാനും കുറച്ചൊക്കെ മനസ്സിൽ ഇടട്ടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അനിയോട് എന്താ കാണാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, കേസിൻ്റെ അനാമികയുമായിട്ടുള്ള കേസിൻ്റെ ആ ഒരു 6 മാസത്തെ ഗ്യാപ്പാണല്ലോ നമുക്ക് ചിന്തിക്കാനുള്ളൊരു സമയം തന്നത്, അത് തീരാറായി, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ, എനിക്ക് പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങിത്തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവീന് നിനക്കെന്താ ഇത്ര തിടുക്കം, ഡിവോഴ്സ് എപ്പോഴായാലും വാങ്ങിത്തന്നാൽ പോരെ, അത് ഞാൻ വാങ്ങിത്തരുമെന്ന് പറഞ്ഞതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, നീയൊന്നും ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഒന്നുമില്ല, എൻ്റെ മനസ്സിൽ ചിലതൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു പോയതാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരാളെ ചതിക്കുന്ന സമയത്ത് അത് 100 വട്ടം ചിന്തിക്കുകയും ഒക്കെ വേണം. നമ്മൾ മനസ്സിൽ ഒരു കാര്യം വെച്ചിട്ട് വേറൊരു രീതിയിലുള്ള സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത്, ചതിയിൽ വഞ്ചന പാടില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നീ എന്താ ഇങ്ങനെയൊക്കെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്, എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ അനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല, ഒന്നും പറ്റിയില്ല, നിനക്കിപ്പോൾ ഡിവോഴ്സ് അല്ലേ വാങ്ങിത്തരേണ്ടത്, അത് ഞാൻ വാങ്ങിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് നവീന് മനസ്സിൽ ചിന്തിക്കുന്നത്, എടാ നിനക്ക് ഞാൻ ഒരിക്കലും ഡിവോഴ്സ് വാങ്ങിത്തരില്ല, ഡിവോഴ്സ് വാങ്ങിത്തന്നാൽ എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കാനല്ലേ, അതെന്തായാലും നടക്കത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി നീ എന്താ ചിന്തിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഞാൻ ഒരു കാര്യം ചിന്തിക്കുകയായിരുന്നു, എന്തായാലും അനാമികയ്ക്ക് വല്ല ക്യാഷും കൊടുക്കേണ്ടി വരും, പിന്നെ നിൻ്റെ പോക്കറ്റിൽ ഒരുപാട് ക്യാഷ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെങ്കിലും കോമ്പൻസേഷനായിട്ട് അവൾക്ക് കൊടുക്ക്, അതുകൊണ്ട് അവൾ പൊയ്ക്കോളും എന്നൊക്കെ പറയുമ്പോൾ, ഒരിക്കലും ഞാൻ കൊടുക്കത്തില്ല, ഒരു ചില്ലി ക്യാഷ് പോലും അവർക്ക് കൊടുക്കരുതെന്നാണ് മുത്തശ്ശൻ പറഞ്ഞത്, എന്തായാലും അവൾക്ക് കൊടുക്കത്തില്ല, നീ ഒരു പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങിത്താ, എന്നാലേ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ, ഒരു കാര്യത്തിലും എനിക്കിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നവീൻ ചിന്തിക്കുന്നുണ്ട്, നിന്നെ ഈ കാര്യത്തിൽ നിന്ന് ഞാൻ ഫ്രീ ആക്കി കഴിഞ്ഞാൽ പിന്നെ നീ എൻ്റെ പെണ്ണിൻ്റെ പിന്നാലെ നടക്കും, അതിനെ കൊണ്ട് നിന്നെ ഞാൻ അത്ര പെട്ടെന്നൊന്നും ഫ്രീ ആക്കി വിടത്തില്ലടാ എന്നൊക്കെ ഇങ്ങനെ നവീനെ തീരുമാനിക്കുകയാണ്. അങ്ങനെ നവീനും അനിയും തമ്മിലുള്ള ഒരു യുദ്ധത്തിന് തുടങ്ങുകയാണ്.